കാനഡയിലെ ഒണ്ടാരിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സെറ്റിൽ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത്. ആ ബ്രിട്ടീഷ് കൊളംബിയ മലയാളികൾക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് കാനഡയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ പൊതുവെ മഞ്ഞ് വീഴ്ച വളരെ കുറവും അതേപോലെ തന്നെ തണുപ്പിൻ്റെ കാഠിന്യമൊക്കെ വളരെ കുറവൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല മലയാളികളും ഒണ്ടാരിയോയിൽ നിന്നൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ പോലും ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ബ്രിട്ടീഷ് കൊളംബിയ നോമിനേഷൻ പ്രോഗ്രാമിൽ കുറേ മേജറായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 14 പുതിയ അപ്ഡേറ്റ് പ്രകാരം ബ്രിട്ടീഷ് കൊളംബിയയിലെ നോമിനേഷൻ പ്രോഗ്രാമിൽ ഏകദേശം 10,000 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഈ 2025 നോമിനേഷൻ പ്രോഗ്രാമിൽ വെറും 1100 ആപ്ലിക്കേഷൻസ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീമിൽ അപ്ലൈ ചെയ്ത് അത് പ്രത്യേകിച്ച് സെപ്റ്റംബർ 2024 തൊട്ട് ജനുവരി 2025 വരെ അപ്ലൈ ചെയ്തവരുടെ എല്ലാം ആ ആപ്ലിക്കേഷൻ ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റാണ് എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കിൽ പറയുവാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു മാസ്റ്റേഴ്സോ അതുമല്ല ഒരു PhD ചെയ്യാനായിട്ട് വരുന്നവർ അവർ ആ പഠിത്തത്തിന് ശേഷം ഒരു ജോബ് ഓഫർ കൂടാതെ തന്നെ ഈ നോമിനേഷൻ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും അതുവഴി അവർക്ക് PR കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീമിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് സെപ്റ്റംബർ 2024 തൊട്ട് ജനുവരി 2025 വരെ അപ്ലൈ ചെയ്തവരുടെ എല്ലാ ആപ്ലിക്കേഷൻ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഓൺട്രപ്രനേഴ്സ് അതുപോലെ തന്നെ ഹൈ സ്കിൽഡ് വർക്കേഴ്സ് എന്നിവരെ ബ്രിട്ടീഷ് കൊളംബിയയിലെ നോമിനേഷൻ പ്രോഗ്രാമിൽ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. അതിപ്രകാരം ഹെൽത്ത് കെയർ അതോറിറ്റി സ്ട്രീമിൽ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ള ജനറൽ കാറ്റഗറി വരുന്നവരെ എല്ലാം റിമൂവ് ചെയ്യുകയും ഫ്രണ്ട് ലൈൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടുള്ള ഫിസിഷ്യൻസും നേഴ്സസിനും മാത്രമേ ഇനി ഈ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാലാമത്തെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയും അതുപോലെ തന്നെ പ്രയോറിറ്റി കാറ്റഗറീസിൻ്റെ ഡ്രോ അവർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അത് ഈ 2025 എൻഡ് വരെ ഈ പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇതുകൂടാതെ തന്നെ ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ഡ്രോയിലുള്ള ആൾക്കാരെയും വളരെയധികം നാരോ ചെയ്തിട്ടുണ്ട്. നാരോ ചെയ്യുകയെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ അവർ ചൂസ് ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സിനെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ആ ഫീൽഡിൽ തന്നെയുള്ള ബാക്കിയുള്ള ജോലികൾ അതായത് അസിസ്റ്റൻസിനെയും അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഈ 2025 എൻഡ് വരെ അവരെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 3 ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പാത്വേസ് അവർ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രൊവിൻസ് നോമിനേഷൻ അലോക്കേഷൻ അവർക്ക് കൂട്ടാതെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പ്രൊവിൻസ് നോമിനേഷൻ അലോക്കേഷൻ എന്ന് വെച്ചാൽ ഒരു വർഷം ഒരു പ്രൊവിൻസിൻ്റെ നോമിനേഷൻ പ്രോഗ്രാമിൽ നിന്ന് IRCC അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാക്സിമം PR നോമിനേഷൻസ് ആണ്. ഈ കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് കൊളംബിയയ്ക്ക് IRCC തന്നേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 വരെ അത് 8,000 ആയിരുന്നു. എന്നാൽ 2025 IRCC ബ്രിട്ടീഷ് കൊളംബിയയ്ക്ക് കൊടുത്തേക്കുന്ന മാക്സിമം അവർക്ക് പ്രൊവിൻസിൻ്റെ നിന്ന് കിട്ടുന്ന നോമിനേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടത് വെറും 4,000 മാത്രമാണ്. എന്നാൽ 2025 തുടക്കം തന്നെ അവർക്ക് 5,200 ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയത്. കാരണം ഈ 4,000 പേര് എന്ന് പറയുന്നത് എല്ലാ സ്ട്രീമിൽ നിന്നുള്ളവരെയാണ്. അതായത് ഹെൽത്ത് കെയർ, സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ എക്സ്പ്രസ് എൻട്രി തുടങ്ങിയ എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാവരും ചേർത്താണ് ഈ 4,000 പേര് വരുന്നത്. ഓൾറെഡി 2025 തുടങ്ങിയപ്പോൾ തന്നെ 5,200 ആപ്ലിക്കേഷൻസ് കിട്ടിയതുകൊണ്ട് ഇനിയൊരു 2025 എൻഡ് കഴിയുന്നിടം വരെ പുതിയൊരു ആപ്ലിക്കേഷൻസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയ പോലും ആ ഒരു പ്രൊവിൻസിൻ്റെ എക്കണോമിക് ഡിമാൻഡ് അനുസരിച്ചുള്ള ആൾക്കാരെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഒരു എമിഗ്രേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയൊരു ഭൂമി ഇനി ഉടനെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെയാണ്. ഇതുകൂടാതെ തന്നെ ഫെഡറൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള നോമിനേഷൻ അലോക്കേഷനിൽ ഒരു കുറവ് വരുത്തണമെന്നൊരു നിർദ്ദേശം വന്നതുമൂലം ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് നോമിനേഷൻ പ്രോഗ്രാം വഴി PR കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് മുൻവർഷത്തെ വെച്ച് നോക്കുമ്പോൾ പകുതിയായിട്ട് കുറയുകയും ചെയ്തു. ഏപ്രിൽ 28 മൺഡേയിൽ കാനഡയിൽ ഒരു ഫെഡറൽ ഇലക്ഷൻ നടക്കാൻ പോവുകയും ആ ഫെഡറൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.